ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ കാൽവരിയുടെ നിറകയിൽ ഒരു ക്രൂശീകരണം കൂടി. മണ്ണിൻ്റെ മാറിൽ മരക്കുരിശാകുന്ന മരണക്കിടക്കയിൽ നിരാലംബനും നിബാധിതനും പരാജിതനുമായി അവൻ കിടന്നു. നിർദോഷിയായിരുന്നിട്ടും നികൃഷ്ട ജീവിയെപ്പോലെയാണ് അന്തിമ നിമിഷങ്ങളിൽ അവൻ ഗണിക്കപ്പെട്ടത്. തടിക്കുരിശിൽ തറയ്ക്കപ്പെടാനായി തൻ്റെ പാണ്യപാദങ്ങൾ അവൻ നീട്ടിക്കൊടുത്തു. ചൂടുചോരൽ കുതിർന്ന അവൻ്റെ കൈകാലുകളിലൂടെ ആണികൾ ആഴ്ന്നിറങ്ങി. പാപത്തിൻ്റെ പര്യായമായ കുരിശുമരത്തിൽ പുണ്യത്തിൻ്റെ പര്യായമായവനെ അവർ തറച്ചു വെച്ചു, കൂട്ടിന് 2 കുറ്റവാളികളെയും. പക്ഷേ തുളച്ചു കയറിയ ആണികൾക്കൊന്നും അവനെ തളച്ചിടാൻ കഴിഞ്ഞില്ല. കാരണം കുരിശിൻ്റെ അഗ്രങ്ങളും കടന്നു പോകുന്നതായിരുന്നു മനുഷ്യനോടുള്ള അവൻ്റെ കാരുണ്യം. കുത്തിനാട്ടപ്പെട്ട കുരിശിൽ മഞ്ഞിനും മാനത്തിനും മധ്യേ എങ്ങുമില്ലായ്മേൽ അവൻ തൂങ്ങി നിന്നു. കൂട്ടമിട്ടവയും കുഴിയിൽ വീണവയുമൊക്കെ കോരിയെടുക്കാൻ വന്നവന് പാരിതോഷികം കിട്ടിയത് കഴിമരവും തലയ്ക്ക് മീതെ 4 അക്ഷരങ്ങളെ ഒതുങ്ങിയ ഒരു പ്രശംസാപത്രവും. സ്ലീബായുടെ സീമകൾക്കപ്പുറത്തേക്ക് തന്റെ തൃക്കൈകാലുകൾ നീട്ടാൻ തക്കവിധം പുത്രനായ ദൈവം പാരിനെ അത്രയധികം സ്നേഹിച്ചു. ജീവിതത്തിൽ ക്രൂശിലേറ്റപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുമുണ്ടാകാം. ആരൊക്കെയോ അകാരണമായി അടിച്ചിറക്കിയ ചില ആണിപ്പഴുതുകൾ ഇന്നും വിങ്ങലുകളായി അവശേഷിക്കുന്നുണ്ടാകാം. ആലോചിക്കുക പോലും ചെയ്യാത്ത അകൃത്യങ്ങൾക്ക് നാം ഉത്തരവാദികളാക്കപ്പെട്ട സന്ദർഭങ്ങൾ, ക്രൂശിതൻ്റെതിനേക്കാൾ കൂടുതൽ മുറിവുകൾ മനസ്സിനേറ്റ സാഹചര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് മൗനസമ്മതം മൂളാൻ നിർബന്ധിക്കപ്പെട്ട നിമിഷങ്ങൾ എന്നിങ്ങനെ നിസ്സഹായതയിൽ നാം നിൽക്കേണ്ടി വന്ന അവസ്ഥകൾ ഓർക്കണം. നമ്മുടെ പരാതികൾക്ക് പറയാൻ നമുക്ക് മുന്നിൽ ഒരു ക്രൂശിതനെങ്കിലുമില്ലേ? അവൻ്റെ മുമ്പിൽ ആരുമില്ലായിരുന്നു. നാം പേർന്ന കുരിശുകളെ പരിഹരിക്കാൻ നമുക്കൊരു ക്രൂശിക്കപ്പെട്ടവനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ജീവിതത്തിൽ പ്രത്യാശയുണ്ടെങ്കിൽ അനർത്ഥങ്ങളെന്ന് നാം തോന്നുന്നവയൊക്കെ അന്തരാർത്ഥങ്ങൾ ക്രൂശിതൻ്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. കുരിശ് വരയ്ക്കാനും വരിക്കാനും കൂടിയുള്ളവയാണ്. കുരിശുകൾ എപ്പോഴും കൂടെ കാണും. ക്രൂശിതനെ കൂട്ടുപിടിച്ചെങ്കിലേ കിട്ടൂ. കള്ളൻ്റെ കുരിശിൽ പരാതിയും പരിഹാസവും മാത്രമേ കാണൂ. കർത്താവിൻ്റെ കുരിശിൽ പാപപുറതിയും പരിരക്ഷയും. ഒപ്പം ആരെയും ക്രൂശിലേറ്റാതിരിക്കാം. തലചായ്ക്കാൻ ഇടമില്ലാതെ കിടന്നവൻ്റെ അനുയായികളായി നമുക്ക് വിലയേറിയ വീടുകളോടുള്ള അമിത ഭ്രമവും തന്മൂലമുണ്ടാകുന്ന മത്സരവുമൊക്കെ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പാർപ്പിടത്തിൻ്റെ പേരിൽ സമ്പത്ത് കുഴിച്ചുമൂടാതിരിക്കാം. കിടപ്പാടം ആർഭാടമാക്കാതിരിക്കാം. ക്രൂശിതനെ നോക്കി ദിവസവും കുറച്ച് സമയമെങ്കിലും ഇരിക്കാം. ഒന്നുമില്ലാത്ത അവന് ഒത്തിരി കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കാനുണ്ടാകാം. ക്രൂശിത രൂപം ഒരലങ്കാരമല്ല, ജീവിതത്തിൻ്റെ ആധാരമാണ്. ക്രൂശിക്കപ്പെട്ടവനെ കഴുത്തിലണിയുമ്പോൾ ഭയക്കണം. അവനൊരു ബാധ്യതയും വെല്ലുവിളിയുമാണ്.